ഹായ്, ഞാൻ മെൻ്റലിസ്റ്റ് ഷാനിൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ പറയാൻ പോകുന്നൊരു കാര്യം പല ആൾക്കാരും എന്നോട് ഒരുപാട് പേരായി ചോദിക്കുന്നൊരു കാര്യമാണ്. സൈക്കോളജിപരമായ കാര്യമാണ്. എങ്കിലും ഞാനൊന്ന് പറയാം, നിങ്ങൾക്ക് എത്ര പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നൊന്ന് പറയണേ. കാരണം നമ്മൾ ഏതെങ്കിലും പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു സ്ഥലത്തെയോ വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ ഒക്കെ നമ്മൾ കാണുന്ന സമയത്ത് ഇവരെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും, അല്ലേ? പല ആൾക്കാർക്കും വരുന്ന സംഭവമാണ് അത്, അല്ലേ? എവിടെയും ചെല്ലുമ്പോൾ ഇത് മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ സിറ്റുവേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളായിക്കോട്ടെ, മുമ്പ് നമ്മളെ ലൈഫിൽ എപ്പോഴോ നടന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്, അല്ലേ? പലർക്കും ഉണ്ടാകുന്ന സംഭവമാണ് അത്. അതിന് പറയുന്ന പേരാണ് ദേജാവു എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഒരു ലോകത്തിൽ തന്നെ ഒരു 60% ആളുകൾക്കും അനുഭവിക്കാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഓക്കെ, 40% ആൾക്കാർക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ സംഭവം എന്നുള്ളത് പലർക്കും അറിയില്ല, ഇതിൻ്റെ എന്തൊക്കെ വശങ്ങൾ എന്നുള്ളത്. ശരിക്കും ഈ ദേജാവു എന്ന് പറയുന്നത് നമുക്ക് 3 റീസൺ കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഒന്നാമത്തെ റീസൺ, നമ്മൾ എങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണുന്നത്. ഓക്കെ, കാരണം നമ്മൾ വസ്തുവിനെ കണ്ടിട്ട് അതിൻ്റെ സിഗ്നൽ നമ്മളെ ബ്രെയിനിലോട്ട് എത്തിക്കും, അല്ലേ? 2 കണ്ണിലും കണ്ടിട്ട് ആ സിഗ്നലിനെ നമ്മളെ ബ്രെയിനിലോട്ട് എത്തിക്കും. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വരാറുണ്ട്. അതായത് നമ്മളുടെ ഒരു കണ്ണ് മാത്രം സിഗ്നൽ ആദ്യം എന്ത് ചെയ്യും, നമ്മളെ ബ്രെയിനിലോട്ട് എത്തിക്കും. സെക്കൻഡ് വ്യത്യാസത്തിലായിരിക്കും മറ്റേ കണ്ണെന്നുള്ള സിഗ്നൽ ചെല്ലുന്നത്. അപ്പോൾ ആൾറെഡി നമ്മളെ കണ്ണിന്ന് ചെന്ന സിഗ്നൽ കൊണ്ട് അത് നമുക്കവിടെ സിഗ്നൽ ഇൻഫർമേഷൻ എത്തിയിട്ടുണ്ടാവും, ഇത് ഇന്നതാ സംഭവം എന്നുള്ളത്. പിന്നെ മറ്റേ കണ്ണിന്ന് കൂടെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ബ്രെയിന് ചെറിയൊരു കൺഫ്യൂഷൻ വരും. മനസ്സിലായോ? ബ്രെയിന് കൺഫ്യൂഷൻ വരുന്ന സമയത്താണ് നമുക്ക് ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നൽ വരുന്നത്. അപ്പോൾ അത് നമ്മളെ പ്രോബ്ലം തന്നെയാണ്, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും അല്ല. ഓക്കെ, രണ്ടാമത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ രണ്ടാമത്തെ സാഹചര്യം നോർമലി നമ്മൾ വരുന്നതാണ് നമ്മളെ ലൈഫിൽ എപ്പോഴെങ്കിലും നമ്മൾ കണ്ടുമുട്ടിയതോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും നമ്മളെ കണ്ണിൽ പതിഞ്ഞതോ, സിനിമയിലൂടെയോ മൊബൈലിലൂടെയോ വീഡിയോയിലൂടെയൊക്കെ നമ്മളെ കണ്ണിൽ പതിഞ്ഞ സംഭവങ്ങളാണെങ്കിൽ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. അടുത്തത് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ട് ആ വ്യക്തിയെ നമുക്കറിയായിരിക്കും, സിനിമയിലോ മൊബൈലിലോ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാവും. അത് ആൾറെഡി നമ്മളെ ബ്രെയിനിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നീട് ഒരു സാഹചര്യത്തിൽ അത് ഒരു വ്യക്തിയെ, ഒരു ഷർട്ട്, ഇപ്പം ഞാനാണെങ്കിൽ ഒരു കറുത്ത ഷർട്ട് പാൻറ്റൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ഇരിക്കുന്നത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും വീഡിയോയിലുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ അതുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ കാഴ്ച കാണുന്ന സമയത്ത്, മറ്റൊരു സാഹചര്യത്തിൽ ആ ഒരു കാഴ്ച കാണുന്ന സമയത്ത് നിങ്ങളെ കണ്ണിന്ന് ഇൻഫർമേഷൻ ബ്രെയിനിലോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ബ്രെയിന് പറയും ഇയാൾ എനിക്ക് അറിയാലോ എന്നുള്ള സിഗ്നൽ പുറത്തേക്ക് വിടും. അപ്പോൾ അത് രണ്ടും കൂടെ എന്ത് ചെയ്യും, ക്ലാഷ് ആവും. ആ ഒരു സമയത്തും നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു സംഭവം ഫീൽ ചെയ്യും. ഇങ്ങനെ 3 കാരണങ്ങളാണ് സയൻറ്റിഫിക്കലി പഠനങ്ങൾ പറയുന്നത് ദേജാവു എന്ന് പറയുന്ന സാധനം ഉണ്ടാവാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് അസുഖങ്ങളും കാര്യങ്ങളൊന്നും അല്ല, അതുപോലെ അത്ഭുതകരമായ കാര്യങ്ങളൊന്നും അല്ല. ഇങ്ങനെയാണ് അതിൻ്റെ വശം. ഓക്കെ, ഇതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്ന ഡൗട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ആൻസർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ ബൈ.